വായോ വായോ, ഒരു മാസം കൊണ്ട് 1K സബ്സ്ക്രൈബറും 4000 വാച്ചിങ് അവറും. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ വൈറലായ മലയാളം ടൈപ്പിംഗ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. അതെങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് നിങ്ങൾക്കറിയുമോ? അറിയാൻ വയ്യാത്തവർ എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വായോ എൻ്റെ കൂടെ. ഫോണിൽ പ്ലേ സ്റ്റോർ ഓണാക്കി അതിൽ ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് സെർച്ച് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആ ആപ്പ് എനിക്ക് ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ആദ്യം നമുക്ക് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ ബ്ലാങ്ക് ആ ഫസ്റ്റിൽ കാണുന്ന ആ ഒരു സ്റ്റാർ പോലിരിക്കുന്ന അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത് മാറിക്കോളും. അത് ഇവിടുന്ന് ക്രിയേറ്റ് കൊടുക്കുക. അതിൽ ആദ്യത്തെ കാണുന്ന ആ ബ്രഷ് പോലിരിക്കുന്നതിനകത്ത് അതിൽ കൊളിയോഗ്രാഫി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പല സൈസ് വരും. അത് നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. അതിനുശേഷം ആ കളറ് കാണുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പല കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യുക. അവിടെ നിന്ന് വന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആ കാളിയോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു ലൈൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പെയിൻറ്റിൽ. അതിൽ നമുക്ക് പെൻസിലും കൊണ്ട് അല്ലാത്തവർ എഴുതുന്നവർക്ക് എഴുതുകയാണെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും. നമ്മൾ കൈകൊണ്ട് എഴുതുന്നവർക്ക് ഏറ്റവും നല്ലത് കാളിയോഗ്രാഫി എന്ന ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ, ടെസ്റ്റർ തന്നെയാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള വേർഡ്സ് അവിടെ ടൈപ്പ് ചെയ്യുന്നു, അവിടെ എഴുതിയിട്ട് അതിനുശേഷം നമ്മളതിനെ സേവ് ചെയ്യുന്നത് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ 3 കുത്തുള്ള അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. ആ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ PNG അത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് വരും. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓഫാക്കി മാറ്റുക. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അടുത്തൊരു ആപ്പും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി ഓട്ടോമാറ്റിക്കലി ഇൻഷോട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുള്ളവർ ഡൗൺലോഡ് ചെയ്യേണ്ട, ഓപ്പൺ ചെയ്തെടുത്താൽ മതി. പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ എന്ന് കൊടുക്കുക. ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസ് നമ്മൾ സെറ്റാക്കണം. സൈസ് ക്യാൻവയ്ക്കകത്ത് പോയി നമ്മൾ യൂട്യൂബിൻ്റെ സൈസ് കൊണ്ടുവന്ന് യൂട്യൂബിൻ്റെ സൈസ് സെറ്റാക്കി അതിനുശേഷം സ്റ്റിക്കർ, അതിൽ ഇമോജി ഇരിക്കുന്ന ആ സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കർ എടുത്ത് അതിൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ ഫയലിൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ഇവിടേക്ക് സെലക്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര സിമ്പിളായിട്ടല്ലേ. അപ്പം അല്ലാതെ നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഈ വീഡിയോ ഞാൻ ആദ്യം സേവ് ആക്കി ഡൗൺലോഡ് ചെയ്യും. അവിടെ പോസ്റ്റ് ചെയ്യാതെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് എത്ര വേണമെങ്കിലും ആ വീഡിയോ ഫുള്ളായിട്ട് ഐ ലൈക്ക് എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് നമുക്കൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെൻസിൽ പോലെ കിടക്കുന്ന ആ ഒരു ചെറിയ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ടെസ്റ്റും നമുക്ക് സൈസ് ചെയ്യാൻ നമുക്ക് അവിടെ എഴുതിയിട്ട് സൈസിനെക്കാട്ടി അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കളർ വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതും ചെയ്യാം. അങ്ങനെ പല ടൈപ്പിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് നമുക്കവിടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചറിന് ഇച്ചിരി കൂടെ കളറും കാര്യങ്ങളും ഒക്കെ വരും. അതവിടെ നമുക്ക് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഭംഗിയാക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാനത് അവിടെ സെറ്റ് ചെയ്തു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ.